നമുക്ക് രണ്ട് കാര്യങ്ങൾ പരിചയപ്പെടാം. ഒന്ന് ഒരു ആയത്താണ്, രണ്ട് ഒരു സ്വലാത്താണ്. ഈ സ്വലാത്തും ഈ ആയത്തും ഇന്ന് മുതൽ, ഈ വീഡിയോ കാണുന്ന ഈ ഒരു നിമിഷം മുതൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മളിത് പറയാൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ ക്ലാസ്സിലൂടെ വിശദമായി പഠിച്ചാലോ? ഒരു മനുഷ്യൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന ഈ ഒരു സ്വലാത്ത് നിത്യമാക്കി കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്നത് 9 പ്രതിഫലങ്ങളാണ്. അതിലൊന്ന് ഞാൻ പറയാം. ഈ ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ 4 ലക്ഷം പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലമാണ്. യാ അല്ലാഹ്, ഏതാണ് ആ സ്വലാത്ത്? ആ സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലേണ്ടത്, അതിൻ്റെ അർത്ഥമെന്താണ്, വിശദമായി നമുക്ക് പഠിച്ചെടുക്കാം. ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ, ഇനി നടക്കില്ല എന്ന് നമ്മൾ കരുതിയ ഒരുപാട് കേസുകൾ ഈ ഒരു ആയത്തും അതുപോലെ ഈ ഒരു സ്വലാത്തും നിത്യമായി ചൊല്ലുന്നതോടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പലതും തിരിച്ചു കിട്ടാൻ, എല്ലാവരും നടക്കില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ നടന്നു കിട്ടാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ഈ ദിവസം മുതൽ ഇത് രണ്ടും നിത്യമാക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ആ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ, എന്തൊക്കെയാണ് ഈ ആയത്ത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ, എല്ലാം വിശദമായി ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിച്ചെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദു ബികലിമാത്തില്ലാഹി തആമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും എന്തെല്ലാം സന്തോഷങ്ങളുണ്ടോ അത് മുഴുവനും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. എല്ലാ നമസ്കാരവും, എല്ലാ ഫർളായ സുന്നത്തായ നമസ്കാരമാവട്ടെ, എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും 2 കാര്യം നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ഒന്നാമത്തേത് ഒരു ആയത്താണ്, രണ്ടാമത്തേത് ഒരു സ്വലാത്താണ്. ഈ സ്വലാത്തും ഈ ആയത്തും ഒരു മനുഷ്യൻ എല്ലാ നിസ്കാരത്തിന് ശേഷം, പ്രത്യേകിച്ച് ഫർളായ നിസ്കാരങ്ങൾക്ക് ശേഷം പറയുന്നത് നിത്യമാക്കി കഴിഞ്ഞാൽ അല്ലാഹു തആല അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലങ്ങൾ കയ്യും കണക്കുമില്ലെന്നാണ്. സാധാരണ നമ്മളങ്ങനെ മലയാള ഭാഷയിൽ പറയാറുണ്ട് കയ്യും കണക്കുമില്ല എന്ന്. അതായത് കൈയഴിഞ്ഞുള്ള എന്ത് വലിയ ശ്രേഷ്ഠതയും എന്തു വലിയ ഖൈറും നമുക്ക് കിട്ടാൻ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ഇനി പറയാൻ പോകുന്ന ആയത്തും ഇനി പറയാൻ പോകുന്ന സ്വലാത്തും നമ്മൾ മുറുകെ പിടിക്കണം ഇൻഷാ അല്ലാഹ്. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ കിട്ടുന്നത് 4 ലക്ഷം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലമാണ്. യാ അല്ലാഹ്, ഏതാണ് ആ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോവുകയാണ്. അതിനു മുമ്പ് എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം, ഫർദ് എന്നല്ല സുന്നത്താവട്ടെ, നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ പറയുന്ന ഒരു ആയത്തുണ്ട്. പല ആളുകളും പല പല ദിക്റുകൾ ഉള്ളവരാണ്. ചില ആളുകൾ ആമന റസൂൽ ഓതുന്നവരുണ്ട്, അതുപോലെ തന്നെ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തിൽ ലഖദ് ജാഅക്കും ഓതുന്നവരുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവരുണ്ട്, ഫാത്തിഹ ഓതുന്നവർ, അങ്ങനെ പല പല സൂറത്തുകളും ആയത്തുകളും പല ആളുകളും നിത്യമാക്കുന്നവരുണ്ട് നിസ്കാരങ്ങൾക്ക് ശേഷം. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളെല്ലാവരും നിത്യമാക്കാറുള്ള ആയത്തുൽ കുർസിയെ പറ്റിയാണ്, അല്ലേ? ആയത്തുൽ കുർസി നമ്മൾ എല്ലാ നിസ്കാരത്തിന് ശേഷം ഓതണമെന്നാണ്. ഒരു മനുഷ്യൻ, നബി തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ അവൻ ളുഹർ നമസ്കാരത്തിന് ശേഷം അങ്ങനെ തന്നെ ഇരുന്ന് അവൻ മറ്റ് അനക്കങ്ങളിലേക്കൊന്നും പോവാതെ അവൻ പരമാവധി ആ നിസ്കാരത്തിൻ്റെ ആ ഒരു ശ്രദ്ധയിൽ, അതായത് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് ആ ഒരു ഭവ്യതയിൽ തന്നെ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു തആല അടുത്ത വഖത്ത്, അതായത് ഇപ്പോൾ ളുഹറിനാണ് അവൻ ഓതിയതെങ്കിൽ, ളുഹർ നിസ്കാരം കഴിഞ്ഞാണ് ഓതിയതെങ്കിൽ അവന് അസ്റിന്റെ സമയം വരെ അവൻ എന്തെല്ലാം പാപങ്ങൾ ചെയ്യാനുണ്ടോ, പാപം ചെയ്തിട്ടില്ല, പാപങ്ങൾ ചെയ്യാനുണ്ടോ, ഓൾറെഡി അല്ലാഹു തആല ആ പാപങ്ങൾ പുറത്തു കൊടുത്തിരിക്കുന്നു എന്നാണ്. വരാനുള്ള പാപങ്ങൾ നമുക്ക് പൊറുപ്പിക്കാനുള്ള വലിയൊരു അവസരമാണ് എന്ത്? ആയത്തുൽ കുർസി. തീർന്നോ? ഇല്ല. ഒന്നാമത്തെ പ്രത്യേകത നമ്മുടെ പാപങ്ങൾ പൊറുക്കുമെന്നാണ്. രണ്ടാമത്തേത്, ഇപ്പോൾ ളുഹറിനാണ് ഓതിയതെങ്കിൽ അസർ നിസ്കാരത്തിൻ്റെ ഇടയിൽ, അസറിൻ്റെ ബാങ്കിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു അപകടം, എന്തെങ്കിലും ഒരു പ്രയാസം, എന്തെങ്കിലും ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു രോഗം അള്ളാഹു അവനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു താല
തട്ടി മാറ്റുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്തെങ്കിലും അല്ലാഹു തആല ഇവനിക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനിക്ക് അന്ന് ആ ളുഹർ നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതാൻ പറ്റൂല, അവൻ മറന്നുപോകും. യാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഒരു തർത്തീബ് നോക്കണേ. അപ്പോൾ ഒന്നാമതായി ഒരു മനുഷ്യൻ ഒരു ഫർളായ നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ അവൻ്റെ പാപങ്ങൾ വരാനുള്ളത് പൊറുക്കപ്പെടും. രണ്ടാമത്തേത്, എന്താണോ ആപത്ത് വരാനുള്ളത് ആ ആപത്ത് അല്ലാഹു തആല തട്ടിമാറ്റും. മൂന്നാമത്തെ പ്രത്യേകത, പൈശാചികമായ ഉപദ്രവങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്നുള്ള വലിയ കാവലാണ് ഓരോ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതുക എന്നുള്ളത്. വലിയൊരു പരിചയമാണ്, വലിയൊരു മതിൽക്കെട്ടാണ്. പിശാചിൽ നിന്നുള്ള വലിയൊരു മതിൽക്കെട്ടാണ് ആയത്തുൽ കുർസിയെ. നാലാമത്തേത്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ ഈ ആയത്തുൽ കുർസി കാരണമാണ്. എപ്പോഴാണ് ഓതേണ്ടത്? എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും മുടങ്ങാതെ, മറക്കാതെ, കൃത്യമായി, നിത്യമായി ഓതണേ ആയത്തുൽ കുർസിയെ. അഞ്ചാമത്തേത്, ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി ഓതുന്നത് നിത്യമാക്കി കഴിഞ്ഞാൽ സാമ്പത്തികമായ ഭദ്രത അവനിക്ക് ഉണ്ടാകുമെന്നാണ്. സമ്പത്ത് അവന് ഹലാലായതുണ്ടാകും. ആ ഹലാലായ സമ്പത്തിൽ തന്നെ ഒരു ബറക്കത്ത് അല്ലാഹു കൊടുക്കുമെന്നാണ്. സമ്പത്തിൽ ഖൈറുണ്ടാവും, സാമ്പത്തികമായ ഭദ്രതയുണ്ടാകും ഈ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ. ബാങ്കിന് ശേഷം നമുക്കിത് ഓതാം, അല്ലേ? ബാങ്കിന് ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ വലിയ പ്രതിഫലമുണ്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ആയത്തുൽ കുർസി ഓതൽ പ്രത്യേകം സുന്നത്താണ്. നമസ്കാരങ്ങൾക്ക് ശേഷം, ഇപ്പോൾ നമ്മൾ പറഞ്ഞു, നമസ്കാരങ്ങൾക്ക് ശേഷം, ഉറങ്ങുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ വീട്ടിൽ കയറുന്ന സമയത്ത്, അതുപോലെ വിവാഹിതരാവാൻ പോകുന്ന നവദമ്പതികൾ ആ ഒരു സമയത്ത്, അതായത് നിക്കാഹിനുള്ള ആ ഒരു സമയത്ത്, അതുപോലെ തന്നെ അവരുടെ ആ ആദ്യ രാത്രിയിൽ ആയത്തുൽ കുർസി ഓതിയാൽ ഒക്കെ വലിയ പ്രതിഫലങ്ങളാണ്. ഒരുപാട് നേട്ടങ്ങൾ പറഞ്ഞാൽ തീരില്ല, അത്രമാത്രം നേട്ടങ്ങൾ നമുക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് നിസ്കാരത്തിന് ശേഷം നമ്മൾ മറക്കാതെ ഓതേണ്ട ഒരു ആയത്ത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ സെക്ഷനാകുന്ന സ്വലാത്തിനെ പറ്റിയാണ്. സ്വലാത്തിനെ പറ്റി നമ്മളൊക്കെ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, നമുക്കെല്ലാവർക്കും ഒരുപാട് സ്വലാത്ത് അറിയാം താനും, ഒരുപാട് സ്വലാത്ത് അറിയാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഒരു പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ 4 ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ കൂലി അള്ളാഹുവിൻ്റെ മഹ്ദ് ഫദ്ല് കൊണ്ട് നമുക്ക് കിട്ടുന്ന വലിയ മഹത്തരമായ സ്വലാത്താണ്. മഹാനായ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അഫ്ളലുസ് സ്വലവാത്ത് എന്ന കിതാബിൽ ഈ സ്വലാത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്വലാത്ത് ചൊല്ലുന്ന ഒരു മനുഷ്യന് കിട്ടുന്നത് 9 വമ്പൻ പ്രതിഫലങ്ങളാണ്. 9 വലിയ പ്രതിഫലങ്ങൾ കിട്ടുന്ന, ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ 4 ലക്ഷം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന വലിയ ഓഫറുകളുടെ പെരുമഴയായ ഒരു സ്വലാത്താണ്. ഏതാണ് ആ സ്വലാത്ത്? സ്വലാത്ത് പറയാൻ പോകുന്നു, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഒന്ന് ചൊല്ലിക്കേ, എല്ലാവരും ഒന്ന് ചൊല്ലിക്കേ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഒന്നുകൂടി സ്വലാത്ത് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. എന്താണ് ആ സ്വലാത്തിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഞങ്ങളുടെ നേതാവാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബാക്കൾക്കും എല്ലാവർക്കും നീ സ്വലാത്തും സലാമും കൊടുക്കണേ അല്ലാ, ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാ. ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഓരോ സെക്കൻഡിലും ഓരോ ശ്വാസത്തിലും അല്ലാഹുവേ നിന്റെ ഗുണവും രക്ഷയും നിന്റെ അറിവിൽ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എണ്ണത്തിനനുസരിച്ച് അല്ലാഹുവേ നീ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാ. 4 ലക്ഷമല്ല, 4 കോടി പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞാലും നമുക്കൊരു പ്രയാസവും ഉണ്ടാവില്ല ഈ സ്വലാത്ത് ചൊല്ലി. അത്രമാത്രം പ്രതിഫലമുള്ളൊരു സ്വലാത്താണിത്.
اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد في كل لمحة ونفس بعدد كل معلوم لك. ഒന്നാമതായി ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം പറയുന്നത് അല്ലാഹുവുമായിട്ട് അടുക്കാൻ സാധിക്കുമെന്നാൽ അള്ളാഹിനോട് അടുക്കാൻ സാധിക്കും. അപ്പം തന്നെ രക്ഷപ്പെട്ടില്ലേ? പടച്ചോനോട് അടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവിധ ഖൈറുണ്ടായി. രണ്ടാമത്തേത്, ഈ സ്വലാത്തിൻ്റെ നായകനാകുന്ന മുത്തുനബിയോടുള്ള സ്നേഹം, മുത്തുനബിയോട് നമുക്ക് അടുപ്പമുണ്ടാകും. നബി തങ്ങളുടെ കുടുംബത്തോട്, നബി തങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വഹാബാക്കളുടെയൊക്കെ ദുആ നമുക്ക് കിട്ടും. അവരുടെയൊക്കെ ഒരു വലിയ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മൂന്നാമത്തേത്, നടക്കില്ലെന്ന് ഉറപ്പിച്ചോ, പക്ഷേ അത് നടന്നിരിക്കും ഈ സ്വലാത്ത് ചൊല്ലിയിട്ട്. ദുആരക്കിൻ ഒരു സ്വലാത്ത് 33 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലാം, 41 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലാം, 77 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 300 പ്രാവശ്യം നമുക്ക് പറ്റുന്ന രൂപത്തിൽ എണ്ണം മനസ്സിൽ കരുതിയിട്ട് ഈ സ്വലാത്ത് ചൊല്ലി ദുആരക്കിൻ. നടക്കൂല്ലടോ എന്ന് പറഞ്ഞ കാര്യം നടക്കുമെടോ എന്ന് നമ്മളോട് പറയും. ഇൻഷാ അല്ലാഹ് പടച്ചോൻ അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. നാലാമത്തേത്, കുടുക്കിൽ പെട്ടുപോയ ആളുകളുണ്ട്. കുടുക്ക് പെട്ടുപോയി, ഒരു പൈസ 1 ലക്ഷം കൊടുത്തിട്ട് കുടുങ്ങിപ്പോയി, അത് തിരിച്ച് കിട്ടുന്നില്ല. അങ്ങനെ കുടുക്കിൽ പെട്ടുപോയ ആളുകൾ അവരുടെ ആ കുടുക്കിൽ നിന്നും ആ ഞെരുക്കത്തിൽ നിന്നും രക്ഷ കിട്ടാൻ ഈ സ്വലാത്ത് നിത്യമാക്കണം. അഞ്ചാമത്തേത്, ജീവിതത്തിൽ ഖൈറ് ബറക്കത്ത് ഏതൊക്കെ മേഖലകളിലുണ്ടോ, അതായത് ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, വീട്ടിൽ, നമ്മുടെ വാഹനത്തിൽ, നമ്മുടെ ജോലിയിൽ, അതിലൊക്കെ വലിയ ഖൈറും സലാമത്തും ഉണ്ടാകും. ആറാമത്തേത്, ഖളാഉൽ ഹാജ, അതായത് ആവശ്യ പൂർത്തീകരണം എന്തൊക്കെയുണ്ട്. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടണം, അതിനും ഈ സ്വലാത്ത് നിത്യമാക്കാം. അതുപോലെ ഏഴാമത്തേത്, പൈശാചികമായ ഉപദ്രവത്തിൽ നിന്നുള്ള കാവൽ. എട്ടാമത്തേത്, അള്ളാന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ട് മരണപ്പെടാനുള്ള വലിയ തൗഫീഖ്. ഒൻപതാമത്തേത്, ആഖിബത്ത്, അവസാനം നന്നാവാൻ, അതായത് കലിമ ചൊല്ലി മരിക്കാൻ നമുക്ക് വലിയ തൗഫീഖ് കിട്ടുന്ന ഒരു സ്വലാത്താണ് ഈ പറഞ്ഞത്. നമുക്ക് ആ സ്വലാത്ത് ഒരു പ്രാവശ്യം കൂടി ചൊല്ലിയാലോ? എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കേ. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد في كل لمحة ونفس بعدد كل معلوم لك. ഒരുപാട് രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ അസുഖങ്ങളും രോഗങ്ങളും ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ നമ്മുടെ രോഗങ്ങൾ ശിഫയാവണം. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാവാൻ വേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്താലോ? എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا
وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കും. അപ്പോൾ ദുആ ചെയ്യുന്നതിന് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പതിവായിരുന്നു, ദുആരക്കുന്നതിന് മുമ്പ് നബിതങ്ങൾ എന്ത് ചെയ്യും, സാധാരണ സൂറത്തുകൾ ഓതിയിട്ട് ദുആരക്കുമായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ? നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹായും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് ദുആരെന്നാൽ വേഗത്തിൽ അല്ലാഹു തആല, ഒന്നുകൂടി വേഗത്തിൽ അല്ലാഹു തആല ദുആ സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കും ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് നമുക്ക് ദുആരക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് മുമ്പായി ഒരു ഫാത്തിഹായും ഒരു സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഒന്ന് ചോദിക്കോ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുർ റഹീമീനായ രാജാതിരാജനായ റഹ്മാനെ, അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹുവേ, ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ റഹ്മാനെ, ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹു, ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ. ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് പിഴവുകൾ പറ്റിയവരാണ്, എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹു, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും നീ നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഉസ്താദുമാര്, ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാര്, കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര് ആരെല്ലാം ഉണ്ട് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ മരണപ്പെട്ടുപോയവരുടെ ഖബറിടം നീ വിശാലമാക്കണേ റഹ്മാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിക്കാനുള്ളവരാണ്, ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാഹുവേ, മാരകമായതും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ
അല്ലാ. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാ വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ അല്ലാഹുവേ എല്ലാ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും പ്രത്യേകിച്ച് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട്, കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ പല സ്ഥലത്തും മഴ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അല്ലാഹുവേ അദാബാകുന്ന മഴയെ തൊട്ട് കാക്കണേ അല്ലാ. ഷർറാകുന്ന മഴയെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകുന്ന മഴയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. കഠിനമായ വെയിലുള്ള സ്ഥലങ്ങളുണ്ട് അല്ലാഹുവേ പടച്ചവനെ, വെയിലിൽ നിന്നും നീ ഞങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ. കഠിനമായ ചൂടിൽ നിന്നും രക്ഷയായി ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാ. മഴ നീ ഞങ്ങൾക്ക് അദാബാക്കല്ലേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.